അതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം നേരിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ പറഞ്ഞതുപോലെ എന്താണ് നിലവിൽ ഉള്ള സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തുടരുക. ഇപ്പോൾ ഡോക്ടർ TPS ചേരുകയാണ്. ശ്രീ TPS, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം നേരിടുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നമ്മൾ കണ്ടത് നരനായാട്ട് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു തീരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ നിന്നോ പിന്നോട്ട് പോകാൻ NDA സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാരതത്തില് ഡെമോക്രസി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പ്രതിഷേധിക്കാനും ജനാധിപത്യമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള വിശദീകരണം നൽകാനും അതിനെ നോക്കിക്കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു ലോകമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജനസമൂഹം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പാർട്ടിയാണോ രജിസ്റ്റേർഡ് അല്ലാത്ത പാർട്ടിയാണോ, ഇതൊന്നും അല്ല നോക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ പിന്നിൽ, എന്തുകൊണ്ടാണ് ഇവർ ഒത്തുചേരുന്നത്, അത് യുവാക്കളാവുന്ന സമയത്ത്. കാരണം ഭാരതം യുവാക്കളുടെ രാജ്യമാണെന്നാണ് നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത്, അത് മത്സര പരീക്ഷകളുടെ ലോകമാണിന്ന്. അത് നീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നത നിലയിലേക്ക് ലോകത്തെ സർവ് ചെയ്യാൻ സാധിക്കുന്ന ഡോക്ടർമാരെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ സർവ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ സൃഷ്ടിക്കുന്ന എക്സാം നടത്തുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പരീക്ഷ, അതിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യാൻ ആവശ്യത്തിലധികം സമയം കൊടുത്തിട്ടും അതിന് കൃത്യമായിട്ട് കാണാതെ വരുന്ന സമയത്ത് എന്തായാലും ജനങ്ങൾ അതിനെ പ്രതികരിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള പാർലമെന്റിലേക്കുള്ള മാർച്ച്, അത് പോലീസ് തടയേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള അധികാരം ഭാരതത്തില് നമ്മൾ പറയുന്ന പാർലമെന്റ് ഹൗസ് എന്നാണല്ലോ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വീടാണ്. അവനവന്റെ വീട്ടിലേക്ക് പോകാനുള്ള അധികാരം നമുക്കൊരു പരിധിവരെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു കലാപമായി മാറുകയാണ്. ഡൽഹി കലാപം എന്ന് വിളിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ 2026 ജൂലൈ 20 എനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെ ഭാഗമായി മാറും. കാരണം ഇത്രയും യുവാക്കള് ഒരുമിച്ച് ഇനി വരാൻ പോകുന്നത് ഇത്തരം കലാമിറ്റികളായിരിക്കും ലോകത്ത്. ഞാൻ പറയാറുള്ളത്, ഒരു കോടി ഗ്രാജുവേറ്റ്സ് ഇറങ്ങുന്ന ഒരു രാജ്യത്ത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത, അവര് രാഷ്ട്രീയമായിട്ട് അവർക്ക് മാറണമെങ്കിൽ മാറ്റാനുള്ള ഒരു അധികാരികളുടെ കൂടെ സംസാരിക്കാനുള്ള ഒരു പദവിയിലെത്തിയാലേ സാധിക്കുള്ളൂ എന്ന് വന്നാൽ എന്ത് പറ്റും? അവരുപയോഗിക്കുന്നത് കലാപങ്ങളായിട്ട് മാറും. അത് പോലീസിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. ഇത് ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ള പല കലാരൂപങ്ങളും ആക്ഷേപഹാസ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതാണിപ്പോ ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ പ്രതിഷേധിക്കാനുള്ള ഒരു വേദി കിട്ടാത്ത സമയത്ത് ചിലപ്പോ അവര് ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ഷേപതരത്തിലായിരിക്കും. ഇപ്പൊ കോക്രോച്ച് പാർട്ടി എന്ന് പേരിട്ടത് തന്നെ BJPക്ക് പകരം CJP എന്ന് പേരിട്ടത് തന്നെ ഒരു ആക്ഷേപമായിട്ട് കരുതാം, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമായിട്ട് കരുതാം. അത് അവർക്ക് സംഘടിക്കാൻ സാധിക്കുന്ന, അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ മാറ്റാൻ സാധിച്ചു എന്നുള്ളത് ആ യുവാക്കളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ശ്രീ TPS, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിന് തയ്യാറാകാതെ കേന്ദ്ര സർക്കാരിന് എത്ര നാൾ അല്ലെങ്കിൽ എത്ര നേരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം. രണ്ട്, ഈ വന്ദേമാതരത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് വരെ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് ഏകപക്ഷീയമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അല്ല, ഇപ്പോ നടക്കുന്നത് നമുക്കറിയാലോ. ഓരോ സ്റ്റേറ്റിലും എങ്ങനെയാണ് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ സാധിക്കുക. ഇപ്പൊ ഈ മീറ്റിംഗ് നടക്കുന്നതും എന്തിനായിരിക്കും? ഈ പ്രതിഷേധത്തെ എങ്ങനെ നേരിടണം, ഇത് രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് കാണുന്നതിന് പകരം, യുവാക്കളുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് കാണുന്നതിന് പകരം, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം, ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് ജനങ്ങൾക്ക് നമ്മൾക്ക് സെർവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള തരത്തിലേക്ക് ഗവൺമെന്റ് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ മുഖം വ്യത്യസ്തമായിട്ട് മാറും. അതിനെ അവര് സംസാരിക്കാനും ഡിസ്കഷന് വിളിക്കും. അത് വേണ്ട സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കും. അത് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിനിധികള് രാജ്യസഭയായാലും ലോകസഭയായാലും അവര് ചെയ്യേണ്ടത്
ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ചിന്തകളാവണം. ഈ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരെ അടിച്ചൊതുക്കാനുള്ള ചിന്തകളാണെന്നുണ്ടെങ്കിൽ ഈ ഇടവേളകളിൽ നടക്കുന്ന തൽക്കാലം നിർത്തിവെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന്റെ അജണ്ട എന്താണെന്നനുസരിച്ച് അവരുടെ മനസ്സിൽ എന്താണെന്നനുസരിച്ച് അതുപോലെയായിരിക്കും. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അത് ഈ ഇലക്ഷൻ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ കാണിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. തീർച്ചയായും വ്യക്തമാണ്. ഡോക്ടർ ടി.പി. ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം നടത്തിയത്. വളരെയധികം നന്ദി. സുഫിയ തുടരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഫിയ, ഇപ്പോൾ വീണ്ടും ജന്തർ മന്ദിർ CJP കൈയടക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു